നബി അലൈഹിസ്സലാത്തു വസ്സലാമും മകൻ ഇസ്മാഈൽ നബി അലൈഹിസ്സലാമും പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ പടച്ചറബേ, ഞങ്ങളിൽ നിന്ന് ഇതിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ പറഞ്ഞിട്ടാണ് കഅബ പണിതത്, ശരി തന്നെ. ഞങ്ങളിൽ നിന്ന് ഇതിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മാഈൽ നബി അലൈഹിസ്സലാമും കഅബയുടെ ചാരത്തിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഅബ പരിപൂർണമായി പടച്ച റബ്ബിന്റെ കൽപ്പന പ്രകാരം പണി പൂർത്തീകരിച്ചിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഇത് പറഞ്ഞിട്ട് അവർ ദുആ ഇറക്കുകയാണ്, അല്ലാഹുവേ അല്ലാഹ് ഈ കഅബ പണിതതിന് മിനയുടെ താഴ്വാരത്തിൽ നിന്ന് ഒട്ടകത്തിന്റെ വലിപ്പമുള്ള പാറക്കല്ലുകൾ തോളിൽ ഈ പരിശുദ്ധമാകുന്ന കഅബ ഞങ്ങൾ പണിതതിന് നീ ഞങ്ങൾക്ക് കൂലി നൽകണ്ട റബ്ബേ, കൂലി നൽകണ്ട അല്ലാഹ്. ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമാണ്, ഒന്ന് മാത്രമാണ്. റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയതിനാ ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. അല്ലാഹുവേ പടച്ചറബേ, ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് തൗബ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. മാത്രമല്ല റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക, എന്നെയും എൻ്റെ മകനെയും നിനക്ക് വഴിപ്പെട്ടതാകുന്ന മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഉൾപ്പെടുത്തണേ. ومن ذريتنا أمة مسلمة لك, നിനക്ക് വഴിപ്പെട്ട സമുദായമായി എൻ്റെ മക്കളെയും സന്താന പരമ്പരയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. എന്തൊരു ദുആണ്, ചിന്തിച്ചു. ഇതൊക്കെ ഖുർആൻ പറയാം. സൂറത്തുൽ ബഖറ അല്ലാഹു ഓർമ്മപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ആയത്തൊക്കെ നമ്മൾ ഓതുമ്പോൾ പൊട്ടിക്കരയണം സഹോദരങ്ങളെ. എന്താണ് ഈ പറയുന്നത്? അല്ലാഹു കരാർ ചെയ്ത കരാർ ഉടമ്പടി പൂർത്തീകരിച്ചിട്ട് ഇതാ പറഞ്ഞ് മാറിപ്പോവല്ല, ഇത് നീ സ്വീകരിക്കണേ അല്ലാഹ്, ഇതിൽ വന്ന പാകപ്പിഴവുകൾ പൊറുക്കണേ അല്ലാഹ്, എനിക്ക് തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്. മാത്രമല്ല എന്നെയും എൻ്റെ മകനെയും എൻ്റെ മക്കളെയും എൻ്റെ സന്താന പരമ്പരകളെയും മുഴുവനും ഈമാനിൽ അടിയുറച്ച് നിർത്തണേ അല്ലാഹ്. ഒരൊറ്റ ദുആ, ഈമാനിൽ അടിയുറച്ച് നിർത്തണേ അല്ലാഹ്. ഇതന്നെ നമ്മൾ 5 നേരം നിസ്കാരത്തിൽ ചോദിക്കുന്നുണ്ട്. വിഷയം വേറെ പോകും, അതൊക്കെ ഒരുപാട് ആയത്തും ഹദീസും വേറെ ഓതാനുണ്ട്. 5 നേരം നിസ്കാരത്തിൽ നമ്മൾ 17 പ്രാവശ്യമാണ് ഒരു മുഅ്മിൻ ഒരു ദിവസം ചോദിക്കുന്നത്. ഏത്? ഫർദ് നമസ്കാരത്തിൽ തന്നെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹുവേ, നീ വഴിപിഴപ്പിക്കാത്ത ആളുകളിലെയോ നീ അനുഗ്രഹിച്ച ആളുകളിലെയോ അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ഹിദായത്തിന്റെ മാർഗം സൽപാന്താവ് തെളിയിക്കണേ അല്ലാഹ്, നീ കാണിച്ചു തരണേ അല്ലാഹ്. ഒരു മുഅ്മിനിന്റെ പ്രാർത്ഥന ഇതായിരിക്കണം, അല്ലാഹു തൗഫീഖ് തരട്ടെ. തീർന്നില്ല, ഇത് തന്നെ നമ്മൾ ഖുനൂത്ത്. അപ്പൊ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി 5 നേര നമസ്കാരത്തിലൂടെ നീ പ്രാർത്ഥിക്കുന്നത് ഏതാണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നാണ്. നേരായ മാർഗ്ഗത്തിലേക്ക് എന്നെ നീ നയിക്കണേ അല്ലാഹ്, എന്റെ ഈമാൻ നീ അടിയുറച്ച് നിർത്തണേ അല്ലാഹ്, എന്റെ ആഖിബത്തിൽ നിന്ന് നന്നാക്കണേ അല്ലാഹ്. രാവിലെ സുബ്ഹിക്ക് വന്ന് ഖുനൂത്ത് ഓതുമ്പോഴും 2ാം റക്അത്തിൽ ഇത്നാലിലേക്ക് വന്നിട്ട് ദുആയിരക്കുന്നത് തന്നെ അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത്, നീ വഴി കൊടുത്തതാകുന്ന സന്മാർഗ്ഗികളാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ എനിക്കും നീ ഹിദായത്തിന്റെ മാർഗ്ഗം തെളിച്ചു തരണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊരു വേറെ വിഷയമാണ് ഹിദായത്ത്. അതൊരു വിഷയം നിങ്ങൾ ഇട്ടോളി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി പറയാം. അല്ലെങ്കിൽ അതിങ്ങനെ സംഭവിച്ച് വേറെ ആയത്തുകൾ സംഭവിച്ചു നമ്മുടെ വിഷയത്തിലേക്ക് കെട്ടേം വരും. എന്തായാലും നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയും, അത് നമുക്ക് ഉറപ്പായി അല്ലേ? ഇനി ആ മരിക്കുന്ന അന്ത്യസമയത്തുള്ളതാകുന്ന ചില വിലാപങ്ങൾ, മനുഷ്യന്റെ ചില വിലാപങ്ങളാണ് പറയുന്നത്. സമയം കഴിഞ്ഞാൽ 11 മണി വരെ പോകുന്ന
അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലേ 15 മണി വരെ പറയാനുള്ളത്? ഇവിടെ ശ്രദ്ധിക്കും, നല്ലതുപോലെ ശ്രദ്ധിക്കും. എല്ലാവരും ബക്കറ്റിലും ഒക്കെ കൊടുത്ത് റാഹത്തായ നിലയിലേക്ക് എല്ലാവരും നല്ല ഒന്ന് എഴുന്നേറ്റൊന്നിരുന്നാലും ഒരു റീഫ്രഷ് ആകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റിരിക്കുക. അല്ലാഹു 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 നമ്മുടെ ഇരുത്തം നാളെ പാരത്രിക ലോകത്ത് അവന്റെ ദർബാറുള്ള നൃത്തത്തിന് കുറവ് വരുത്തുന്നതാക്കുമാറാവട്ടെ. ലൈവിലൂടെ ഒരുപാട് സഹോദര സഹോദരിമാർ വാഴ്ന്നു കേൾക്കുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. പ്രവാസികളാകുന്ന ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രാന്തപ്രദേശത്തുള്ള ഗൾഫിലുള്ള ഒരുപാട് സഹോദരങ്ങൾ അല്ലാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സും അവർക്കും അവരുടെ ഭാര്യ സന്താനങ്ങൾക്കും കൂട്ടുകുടുംബാദികൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ മഹലിനെ അല്ലാഹു അഭിവൃദ്ധിയിലേക്ക് അല്ലാഹു എത്തിക്കുമാറാവട്ടെ. ശ്രദ്ധിക്കുക, നല്ലതുപോലെ പറയുന്നു, ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറയാൻ വേണ്ടി പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 മലക്കുകളെ നമ്മളിലേക്ക് പറഞ്ഞേക്കുമത്രേ. എത്ര മലക്കുകൾ വരും? 5 മലക്കുകൾ വരും. قال رسول الله صلى الله عليه وسلم إذا كان ابن آدم في سياق الموت بعث الله إليه 5 من الملائكة. ഈ ലോകത്ത് നിന്ന് വിട പറയാൻ വേണ്ടി നിൽക്കുന്നതാകുന്ന വ്യക്തിയുടെ ചാരത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 മലക്കുകളെ. എത്ര മലക്ക് വരും? 5 മലക്ക് വരും. നല്ലതുപോലെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഫയഅതീഹി മലകുൽ അവ്വൽ, ഒന്നാമത്തെ മലക്ക് അവന്റെ അടുക്കലേക്ക് കടന്നു വരുമത്രേ. മവ്വലിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, ചിന്തിക്കണേ, ചിന്തിക്കണേ. മരിക്കാൻ വേണ്ടി കിടക്കുന്നതാകുന്ന സഹോദരനടുക്കൽ, മരിക്കാൻ വേണ്ടി കിടക്കുന്നതാകുന്ന സഹോദരിയൊടുക്കലേക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല وقرابتك وما أوحشك منهم اليوم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയാൻ വേണ്ടി നിൽക്കുന്നതാകുന്ന സഹോദര സഹോദരിയോടേക്ക് 5 മലക്കുകൾ വന്നിട്ട് അതിൽ ഒന്നാമത്തെ മലക്ക് അവന്റെ കാതിൽ വന്നുകൊണ്ട് വിളിച്ചു ചോദിക്കുകയാണ്, ഐന ബദനുകൽ ഖവീ, എവിടെ പോയടാ നിന്റെ ആരോഗ്യം, എവിടെ പോയടാ നിന്റെ ആരോഗ്യം. വമാ അദാഫഹുല്ലോ, ആ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്താണ്? ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവനല്ലയോ, കല്ല് കുടിച്ചുകൊണ്ട് നടന്നവനല്ലയോ, ലഹരി നുണഞ്ഞവനല്ലയോ, ഫുട്ബോൾ കളിച്ചവനല്ലയോ, ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ട് നിന്റെ രാത്രിയുടെ യാമങ്ങളെ തള്ളി ല്ലയോ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെയും വെസ്റ്റ് ഇൻഡീസിന്റെയും ന്യൂസിലാൻഡിന്റെയും കളികൾ കണ്ടുകൊണ്ട് സമയങ്ങളെ രാത്രിയുടെ യാമങ്ങൾ തള്ളി നീക്കിയവനല്ലയോ, കളി തമാശകൾ ഏർപ്പെട്ടുകൊണ്ട് നടന്നവനല്ലയോ, സിസ്പാക്കിന്റെ യുവാവല്ലയോ, ചെറുപ്പക്കാരനല്ലയോ, രാവിലെ സുബഹിയുടെ ബാങ്ക് അലാറമാക്കി വെച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം നടന്നുകൊണ്ട് ശരീരത്തിന്റെ കൊളസ്ട്രോൾ കുറച്ചതാകുന്ന ഉമ്മമാരല്ലയോ, ചെറുപ്പക്കാരികളല്ലയോ. നിന്റെ ശരീരത്തിന് എന്ത് പറ്റിയടാ? നിന്റെ ശരീരത്തിന് എന്ത് നിന്റെ കൈകാലുകൾ എന്തുകൊണ്ടാണ് ചലിപ്പിക്കാൻ കഴിയാത്തത്? ദുനിയാവിൽ നല്ല ആരോഗ്യമുള്ളവനായിരുന്നല്ലോ, നല്ല ഭക്ഷണം കഴിച്ചിരുന്നവനല്ലയോ, നല്ല കുടിനീര് കുടിച്ചിരുന്നവനല്ലയോ, എല്ലാ ദിവസവും നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഊട്ടിയിരുന്നവനല്ലയോ, നല്ല ജീവിതം നയിച്ചവനല്ലയോ, സമ്പത്തിന്റെ ഉത്തമമാകുന്ന സോപാനത്തിൽ വിരാജിച്ചിരുന്നവനല്ലയോ, അല്ലയോ. ഒരുപാട് പ്രോട്ടീനുള്ള ആഹാരങ്ങൾ കഴിച്ച മനുഷ്യ, പ്രോട്ടീനുള്ള ആഹാരങ്ങൾ കഴിച്ച പെണ്ണേ, നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്താ? നിന്റെ ശരീരത്തെ എന്ത് ബലഹീനപ്പെടുത്തി? നല്ല നാടൻ മുട്ട, നാടൻ പാല്, എല്ലാം നാടൻ, എല്ലാ സാധനങ്ങളും നാടൻ വാങ്ങി വെച്ച് നല്ല റാഹത്തായ നിലയിൽ കഴിച്ചിരുന്നവർ, ആരോഗ്യം ഭയങ്കര കാര്യത്തിൽ ഭയങ്കര കെയർഫുൾ ആയിരുന്നു, നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നവരാണ്. ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഡോക്ടർമാർ, കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഡോക്ടർ, പുരുഷന്മാർക്ക് വാപ്പയ്ക്ക് വേണ്ടി ഒരു ഡോക്ടർ, ഉമ്മയ്ക്ക് വേറെ ഡോക്ടർ, സഹോദരിക്ക് വേറെ ഡോക്ടർ, ഓരോ ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്ത ഓരോ ഡോക്ടർ.
ചെക്കപ്പ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തിരുന്നവരാ. പക്ഷെ മരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ അടുക്കൽ വന്നിട്ട് 5 മലക്കുകൾ വന്നിൽ ഒന്നാമത്തെ മലക്ക് ചോദിക്കും, നിനക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നല്ലോ, എന്ത് പറ്റിയാണ് നിനക്ക്, മറുപടി പറയണം സയ്യിദുനാ റസൂലുള്ളാഹി. എന്തു കൊടുക്കും മറുപടി, എന്തു കൊടുക്കും? ആ ഒരു ചിന്തയാണ് ഈ സദസ്സിലൂടെ നൽകി വിടുന്നത്. അതിനുള്ള മറുപടി നമ്മൾ കണ്ടെത്തണം. നമ്മുടെ ആരോഗ്യം നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഒരുപാട് കാലം ജീവിച്ചിട്ട് കാര്യമില്ല. ഇന്നലെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കണ്ണൂർ ജില്ലയിലെ മുണ്ടത്തോട് എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു വാത്. അവിടെ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പാറക്കടവ് അൻസർ കൊല്ലാടൻ എന്ന് പറയുന്ന സഹോദരന്റെ വീട്ടിലേക്ക് ഞാൻ ഭക്ഷണം കഴിച്ചവിടെ താമസിക്കുമ്പോൾ തൊട്ടടുത്തുള്ളതാകുന്ന ഒരു പ്രവാസിയാകുന്ന സഹോദരൻ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്കാണ്, ജമാൽ എന്നാണ് സഹോദരന്റെ പേര്, ഒന്ന് കാണണം. 95 വയസ്സുണ്ട്. ഉസ്താദിനെ അറിയാൻ കാണുമ്പോൾ പരിചയമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, 4 കൊല്ലം മുമ്പ് അതേ നാട്ടിൽ ഉമ്മത്തൂര് പള്ളിയിൽ അദ്ദേഹം വടി കുത്തിപ്പിടിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് അന്ന് ഞാൻ അവിടെ പ്രഭാഷണത്തിൽ പറഞ്ഞത്, ഇത്രയും പ്രായമുള്ള ആളുകൾ പള്ളിയിലേക്ക് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി കടന്നു വരുന്നുണ്ടല്ലോ, വടി കുത്തിപ്പിടിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ എന്ന് ഞാൻ അന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. അദ്ദേഹം സുഖമില്ലാതെ കിടപ്പിലായി. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. പക്ഷെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ എന്നെ പരിചയപ്പെടുത്തി ഇന്ന ആളാണെന്ന് പറഞ്ഞു ചെറിയൊരു ഓർമ്മ പ്രശ്നമുണ്ട്. പക്ഷെ ഓർമ്മ വന്നപ്പോ വല്ലാത്ത സന്തോഷത്തോടു കൂടി ചാടി എഴുന്നിട്ട് അദ്ദേഹം സഹോദരനോട് മകനോട് പറഞ്ഞു, മോനെ ഒരു പൈസ എന്തെങ്കിലും കൊണ്ടുപോവാ. പൈസ അദ്ദേഹം നൽകി. ആ പൈസ എനിക്ക് സ്വതക്ക നൽകുകയാണ്. പണം ചെറിയൊരു തുക അദ്ദേഹം എനിക്ക് സ്വതക്ക നൽകി. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ആ ശീലമാണ്. 95 വയസ്സെത്തിയിട്ടും അദ്ദേഹത്തിന്റെ അല്ലാഹു നമുക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അത് കഴിഞ്ഞു. അദ്ദേഹം പിന്നീട് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുക. നമസ്കാരത്തിന്റെ സമയമല്ല, രാത്രി സമയമാണ്. ഞാൻ ചോദിച്ചെന്താ ഇശാ നമസ്കരിച്ചിട്ടില്ല? അല്ല ഉസ്താദ്, എപ്പോഴും നമസ്കാരമാണ്. ആ ഒരു ചിന്ത തന്നെയായി അദ്ദേഹത്തിന്റെ ജീവിതം മാറി. അദ്ദേഹത്തിനും കുടുംബത്തിനും ആ സഹോദരങ്ങൾക്കെല്ലാം അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. എന്ത് വലിയ തൗഫീഖാണ് ഓർത്തു വയ്ക്കേ. ഓർമ്മ പോയ സമയത്തും അല്ലാഹ് എന്നുള്ള ചിന്തയാണ്. നമുക്ക് ഓർമ്മ പോകുമ്പോഴോ നമ്മൾ തുണിയൊക്കെ മാറ്റിയിട്ട് റാഹത്തായി കടന്നുറങ്ങും. നമ്മുടെ ആ രീതിക്കായിരുന്നു ജീവിതം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ 24 മണിക്കൂർ തന്നെ തലകുനിച്ചിരിക്കാം. ഫേസ്ബുക്ക്, വാട്സാപ്പ് എന്തെങ്കിലും ഒന്ന് ഫേസ്ബുക്കിൽ നിന്ന് ഇറങ്ങും, വാട്സാപ്പിലോട്ട് കയറും, വാട്സാപ്പിൽ നിന്ന് ഇറങ്ങും, ഫേസ്ബുക്കിലോട്ട് കയറും. ഇത് തന്നെ പരിപാടി. അങ്ങോട്ട് ഇറങ്ങി 2 കമന്റ് ഇടുക, ഇങ്ങോട്ട് ഇറങ്ങി 3 ട്രോൾ ഇടുക. ഇത് തന്നെ നമ്മുടെ പരിപാടി. എനിക്കും ഉണ്ടായിരുന്നല്ലോ ട്രോള്. ഈ വാതിൽ തന്നെ എത്ര ട്രോളായിരുന്നു. കണ്ടില്ലേ? കണ്ടിട്ടില്ലേ? കൊള്ളാം. ആരും കാണാത്തവര്, നിങ്ങൾ മാത്രം കണ്ടില്ല, ലോകം മുഴുവൻ കണ്ടിട്ടില്ലേ? അതിനകത്ത് തന്നെ തെറ്റുണ്ട്. പേരെഴുതിയ തന്നെ തെറ്റുണ്ട്. ചിലര് പേരാണ് തെറ്റ് എന്ന് കരുതിയിട്ട് അതിൽ തോണ്ടി പിടിച്ചവരുണ്ട്. പേരല്ല, കുമ്മരൻ നിസാമുദ്ദീൻ അൽ ബാക്കവി എന്ന് എഴുതിയത് സംഘാടകരാണ്, അവർക്ക് തെറ്റ് പറ്റിയാണ്. ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 കൊല്ലം മുമ്പ് അപ്പുറത്ത് പള്ളി പരിപാടിക്ക് വന്നപ്പോൾ ആ നോട്ടീസ് എടുത്തങ്ങ് എഴുതിയത് അല്ലേ? അന്ന് അവിടെ സത്യത്തിൽ അങ്ങനെ വന്നതാണ്. അന്ന് ഞാൻ സൂചിപ്പിച്ചായിരുന്നു, പക്ഷെ വിട്ടുപോയതാണ് സംഘാടകർ. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിസാമുദ്ദീൻ ബാക്കവി വരുന്നത് എനിക്കില്ല. എനിക്ക് അസീരിയും കാസിമിയും 2 ബിരുദവും. അപ്പൊ ചിലര് പറഞ്ഞു, ആ മൂലര് കണ്ടോ, അപ്പൊ ഓരോ ബിരുദം അങ്ങനെ ചുമ്മാ അങ്ങോട്ട് എഴുതി വിടുകയാണ് ബാക്കവി. നമ്മൾ എഴുതി വിട്ടൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരം എന്ന് എഴുതുക. എന്റെ നാട് തിരുവനന്തപുരം അല്ലല്ലോ, കോട്ടയത്താണ് കുമ്മനം എന്നുള്ള സ്ഥലം. ഞാൻ എഴുതിയല്ല. അത് 2 സംഘാടകരുടെ വക സ്പെഷ്യൽ തന്നതാണ്, പുതിയ ഡെഡിക്കേറ്റഡ്. നമ്മൾ എഴുതിയതല്ല. അപ്പൊ ചിലര് അതാണ് മനസ്സിലാക്കി. റൗണ്ടിലിട്ടപ്പോ ചിലര് എഴുതിയതാണ് സാമുദ്ദീൻ ബാക്കവി എന്ന് എഴുതിയതാണ് സംഭവം. അതാണ് തെറ്റെന്ന് പറഞ്ഞത്. ഇപ്പൊ ഒരു ബാക്കവി എന്ന് മൂപ്പര് എഴുതി ചേർത്തു, നമ്മളെഴുതി ചേർത്തതല്ല. ഉപ്പ മനസ്സിലായി. ചിലര് വിളിക്കാതെ വന്നെത്തുന്ന അതിഥി. അപ്പൊ നമ്മുടെ ഉമ്മനായിട്ട് ഒക്കും. അപ്പൊ അല്ലെ മൂപ്പർക്ക് പറയാൻ പറ്റിയ വിഷയം ചിലർ അങ്ങനെ ഈ ട്രോള് സെൻഡ് ചെയ്യാനോ നമ്മുടെ മുസ്ലിം മക്കള് തന്നെ. വെറുതെ പറയാം, എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഗ്രൂപ്പ്, ഏത് സെക്ഷൻ, പല ഗ്രൂപ്പുകളിൽപ്പെട്ട പല ആളുകളും അത് സെൻഡ് ചെയ്ത ആ ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് അതേപോലെ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ ഗ്രൂപ്പുകളിൽപ്പെട്ടവരാണ്, ആരൊക്കെയാണ് അത് സെൻഡ് ചെയ്തത് ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ നാളെ ഹിസാബാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമുക്ക് പൊരുത്തപ്പെട്ടു, നമ്മൾ വലിയ വിഷയമില്ല. കാരണം നമ്മളുമായിട്ടത് വിഷയമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ റാഹത്ത്. ഇപ്പൊ കണ്ടില്ലേ സദസ്സിൽ ഇന്നിപ്പോ ഇതുവരെയുള്ള വളരെ റാഹത്ത്. ഞാനിപ്പോ നിങ്ങൾ ട്രോൾ ചെയ്യപ്പോ അൽഹംദുലില്ലാ നല്ല ആള്, 10,000-കണക്കിന് ആള് പങ്കെടുത്തു. സഹോദരൻ 1000-കണക്കിന് സഹോദരിമാരും ഉണ്ട്, സഹോദരങ്ങളും. ഇതാണ് ട്രോളുമ്പോൾ ഉള്ള ഗുണം. മനസ്സിലായില്ല? ലൈവിലൂടെ ട്രോളന്മാര് കേൾക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ അല്ലാഹു കബൂലാക്കും.
വിളിക്കാതെ വന്നെത്തുന്ന അതിഥി എന്നുള്ള വിഷയം വെച്ചിട്ട് പിന്നെ അതിനോട് വലിയ ട്രോള് ഓരോരുത്തരും. ഇതൊക്കെ നാളെ ആഖിറത്തിലേക്ക് നമ്മൾ എത്തും. നമ്മൾ അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവരാണ്. ഈ ഒരു ജീവിതം നമ്മുടെ മനസ്സിൽ വരണം. നമ്മുടെ സമയങ്ങൾ ആലിമീങ്ങൾ ഉൾപ്പെടെ, സഹോദരങ്ങൾ ഉൾപ്പെടെ, ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവരും അവരുടെ സമയങ്ങൾ ചെലവഴിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അധികവും ഈ ഫേസ്ബുക്കും വാട്സപ്പുമാണ്. അത് നല്ല രീതിയിൽ ചെലവഴിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ല രീതിയിൽ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി ചെലവഴിക്കണം. ദീനിന്റെ കാര്യങ്ങൾ, എത്രയോ മസലകൾ പഠിക്കാനുണ്ട്, എത്രയോ ദീനിന്റെ വിഷയങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, എത്രയോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആളുകളെ തേജോവധം ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക, ഇതിങ്ങനെ നമ്മളിങ്ങനെ നടക്കാൻ. ഇന്ന് ട്രോളുകളുടെ യുഗമായി ഇന്നത്തെ കാലഘട്ടം മാറിയിരിക്കുന്നു. ഇത് വലിയ വലിയ ആലിമീങ്ങൾ വരെ, ചെറിയ മുത്താലിമീങ്ങളെ വരെല്ല, വലിയ വലിയ ആലിമീങ്ങളെയും സച്ചരിതരാകുന്ന ഉലമാക്കളെയും വരെ ഇത്തരത്തിലുള്ള ട്രോള് കൊണ്ട് അമ്മാനമാടുന്ന ഈ കാലഘട്ടത്തിൽ ഈ സമുദായത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് ചിന്തിച്ച് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതൊക്കെ നാളെ ഹിസാബില്ലേ, ഇതൊക്കെ നാളെ ഹിസാബില്ലേ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട്, കത്തിച്ചൊരിക്കുന്നതാകുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലാഹു വിചാരണ ചെയ്യുമ്പോ, ആ വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ സഹോദര, ചെറുപ്പക്കാരാ, യുവാവേ, യുവതികളെ ചിന്തിക്കണേ. നാളെ നമ്മളെത്തുമ്പോ ഈ ദുനിയാവിൽ അല്ലാഹു നമുക്ക് സംസാരിക്കാനുള്ള വൈഭവം നൽകിയ നാവിന്റേതാകുന്ന ചലനശക്തിയെ, സംസാര വൈഭവത്തെ അല്ലാഹു എടുത്തു കളയുമത്രേ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. മനുഷ്യ, മാനവാ, എന്ന് നീ ദുനിയാവിൽ വെച്ചുകൊണ്ട് അനാവശ്യ സംസാരങ്ങൾ എഴുതി പിടിപ്പിച്ചതും നാവ് കൊണ്ട് പറഞ്ഞതുമല്ല, അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് വിളിച്ചു പറയുന്നത് നിന്റെ കൈകളാണ്. ആഖിറത്തിലേക്ക് എത്തുമ്പോ ഈ ദുനിയാവിൽ നിനക്ക് പടച്ചറപ്പ് സംസാരിക്കാനുള്ള വൈഭവം നാവിന് നൽകിയെങ്കിൽ ആ നാവിന്റെ ചലനശേഷിയെ അല്ലാഹു എടുത്തു കളയുകയാണ്. നാവിന്റെ സംസാര വൈഭവത്തെ എടുത്തു കളയുകയാണ്. കൈക്ക് അല്ലാഹു സംസാരിക്കാനുള്ള ശേഷി നൽകുകയാണ്. കൈ സംസാരിക്കുകയാണ്, അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അല്ലാഹു സൂറത്ത് യാസീനിലൂടെ പറയുകയാണ്, എന്നോടവർ സംസാരിക്കുന്നത് കൈകളാണ്. അന്നവർ വിളിച്ചു പറയും, അല്ലാഹ്, മനുഷ്യനെ കുറിച്ച് ഞാൻ അപവാദങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട് അല്ലാ, അനാവശ്യമാകുന്ന കമന്റുകൾ എന്റെ കൈകൊണ്ട് വിട്ടിട്ടുണ്ട് അല്ലാ. ഈ വിരലുകൾ നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ വന്നുകൊണ്ട് സാക്ഷി പത്രമാക്കുകയാണ്, സാക്ഷികളാവുകയാണ്. ഉലമാക്കളെ കുറിച്ച്, പണ്ഡിതന്മാരെ കുറിച്ച്, സാധാരണക്കാരെ കുറിച്ച്, ആലിമീങ്ങളെ കുറിച്ച്, ദീനിന്റെ അഹ്ലുകാരെ കുറിച്ച്, പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളെ കുറിച്ച് അപവാദങ്ങൾ എഴുതിവിടുന്നവരെ, പ്രചരിപ്പിക്കുന്നവരെ, തോളടിക്കുന്നവരെ, അതിനുവേണ്ടി സമയങ്ങളെ ചെലവഴിക്കുന്നവരെ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കൈകൾ സംസാരിക്കുമത്രേ. അവരുടെ കാലുകൾ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് അവർ സാക്ഷി നിൽക്കുകയാണ്. കാലുകൾ പറയും, അല്ലാഹ്, ഇവന്റെ ഇടത് കൈയിനെ എഴുതാൻ, ഇന്ന കാര്യം എഴുതി പിടിപ്പിക്കാൻ വേണ്ടി ഇന്ന ഉസ്താദിനെ, ഇന്ന ആലിമിനെ, ഇന്ന സാധാരണക്കാരെ, ഇന്ന പണ്ഡിതന്മാരെ, ഇന്ന മനുഷ്യരെ കുറിച്ച് അപവാദങ്ങൾ എഴുതാൻ വേണ്ടി, ഇന്ന സ്ത്രീകളെ കുറിച്ച് അവൾ വ്യഭിചാരിയാണെന്ന് എഴുതാൻ വേണ്ടി, ഇന്ന ചെറുപ്പക്കാരൻ വിവാഹത്തിന് അനുയോജ്യനല്ല എന്ന് കമന്റുകൾ രേഖപ്പെടുത്താൻ വേണ്ടി ഇവന്റെ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാഹ്, അതിന് ഞാൻ സാക്ഷിയാണ് എന്ന് കാലുകൾ അല്ലാഹുവിന്റെ കോടതിയിൽ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ നാളെ നടക്കാൻ പോവാണ്, ഇതൊക്കെ നാളെ നടക്കാൻ പോവാണ്. ചുരുക്കത്തിൽ നമ്മുടെ ശരീരം, നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങൾ, അതൊക്കെ റബ്ബിലേക്ക് തിരിക്കണം, റബ്ബിലേക്ക് തിരിക്കണം. നമ്മുടെ ഈ വാട്സാപ്പും ഫേസ്ബുക്ക് ദീനിലേക്ക് തിരിക്കും, മസലകൾ ചർച്ച ചെയ്യാം. ഇപ്പൊ കുടുംബത്തിൽ ഒരുപാട് പേർക്ക് കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, സഹോദരിമാരുണ്ട്. പക്ഷെ അതിലെന്താ ഉള്ളത്? ഇന്ന് കഴിച്ച മീൻകറി, അതിന്റെ ഗുണം, അതിന്റെ കൂട്ടാൻ വെക്കും, ചർച്ച അതല്ല വേണ്ടത്. നമുക്ക് മസലകൾ ചർച്ച ചെയ്യട്ടെ. എങ്ങനെയാണ് ദീനിയായ കാര്യങ്ങൾ? ഒരു മൂത്രം, ഒരു കുട്ടിയുടെ മൂത്രം ഒരു വീട്ടിൽ വീണാൽ ആ മൂത്രം എങ്ങനെ, ജലസ് എങ്ങനെ തുടച്ചെടുക്കാം, അതിന് മസല നമ്മൾ പഠിക്കും, സഹോദരിമാർ പഠിക്കും. കുട്ടികളില്ലാത്ത വീടാതാ.
എത്ര മസലകൾ നമുക്ക് പഠിക്കാൻ. ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദകൾ ആരാണ് ശ്രദ്ധിക്കുന്നത്? മലമൂത്ര വിസർജനയുടെ മര്യാദകൾ നമുക്കൊക്കെ അറിയാമെന്ന് പറയുമെങ്കിലും മിക്ക സഹോദരങ്ങളും ചെറുപ്പക്കാരും യുവാക്കളും യുവതികളും അടക്കം തലമറയ്ക്കുന്നില്ല. അവരുടെ വസ്ത്രവിധാനം ശരിയല്ല. എത്രയോ മസലകൾ നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് അത്തരത്തിലുള്ള ഒരു രീതി നമ്മുടെ ദീനിയായ നൂതനമാകുന്ന ഈ ഐതിഹ്യത്തെ മാറ്റാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തായാലും ഹിസാബുണ്ട്. എവിടെ വെച്ച് ഹിസാബ് തുടങ്ങാണ്? ചോദ്യം തുടങ്ങുന്നത് എവിടെ വെച്ചാ? നീ മരിക്കാൻ കിടക്കുമ്പോ 5 മലക്കുകൾ വന്ന് അതിൽ ഒന്നാമത്തെ മലക്ക് നിന്റെ കാതിൽ ചോദിക്കും, അന്ന് നിന്റെ റൂഹ് എവിടെയാണ്? നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിലാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോഴാ ചോദ്യം വരുന്നത്, തൊണ്ടക്കുഴി റൂഹ് നിൽക്കുക. കണങ്കാലിൽ നിന്ന് ആത്മാവിനെ പിടിച്ച് തൊണ്ടക്കുഴിയിലേക്ക് എത്തി. كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ കളിച്ച് രസിച്ച് ജീവിച്ചതാകുന്ന മനുഷ്യൻ അവസാനം ഈ ലോകത്ത് എന്ന് ഇവിടെ പറയുമ്പോ അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്ത് നിൽക്കുമ്പോ അവൻ വിളിച്ചു പറയുകയാണ്, ആരാണ് എനിക്കൊന്ന് മന്ത്രി ചൂടാനുള്ളത്? ദുനിയാവിൽ എനിക്കൊരു പനി വരുമ്പോ, ദുനിയാവിൽ എനിക്കൊരു ജലദോഷം വരുമ്പോ, ദുനിയാവിൽ എനിക്ക് മാറാവ്യാധികൾ വരുമ്പോ ബഹുമാനപ്പെട്ട മൂസ ഉസ്താദിന്റെ അടുക്കൽ, ബഹുമാനപ്പെട്ട ഉസൈൻ തങ്ങളുടെ അടുക്കൽ, ബഹുമാനപ്പെട്ട ഉലമാക്കളുടെ അടുക്കലേക്ക് വെള്ളം മന്ത്രി ചൂടുകാരുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന മക്കളെ കുടിപ്പിക്കാറുണ്ടായിരുന്നു. ഇതാ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ്യത്തി നിൽക്കുകയാണ്. മരണത്തിന്റെ വേദനയാണ്. കൈകാലുകൾ കോച്ചിപ്പിടിക്കുകയാണ്. അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ ഇഞ്ചിഞ്ചായി മുറുകുകയാണ്. വല്ലാതെ വേദന കൊണ്ട് പൊളയുകയാ. കണങ്കാലിന്റെ മേലെടുത്ത് കാലിന്റെ കണങ്കാല് വെച്ചുകൊണ്ട് ഉരസുകയാണ്. വിളിച്ചു ചോദിക്കുകയാണ്, ആരാണ് എനിക്കൊന്ന് മന്ത്രി ചൂടാനുള്ളത്? ഈ മരണത്തിന്റെ വേദനയിൽ നിന്ന് ആരാണെന്ന് എന്ന് രക്ഷിക്കാനുള്ളത് എന്ന് ചോദിച്ചാലും മറുപടിയില്ല. നിന്നോട് ശരീരം അനക്കാൻ കഴിയുന്നില്ല. മരിക്കാൻ പോവാണ്. അല്ലാഹു എത്ര അനുഗ്രഹങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇന്ന അവലമാ യുസ്അലുൽ അബ്ദു യൗമൽ ഖിയാമത്തി അനിൻ നഈം. നാളെ ആഖിറത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലോകര മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു ചോദിക്കുമത്രേ, അലം നുസഹി ജിസ്മക വ നുറവീക മിനൽ മാഇൽ ബാരിദ്. നിനക്ക് ഞാൻ നല്ല ആരോഗ്യം നൽകിയില്ലേ? നിനക്ക് ഭക്ഷണം നൽകിയില്ലേ? നിന്റെ ആരോഗ്യത്തെ ഞാൻ സംരക്ഷിച്ചില്ലേ? നിനക്ക് തണുത്ത ദാഹിച്ചിരുന്ന സന്ദർഭത്തിൽ തണുത്ത ജലം കൊണ്ട് നിന്റെ ദാഹത്തെ നശിപ്പിച്ചില്ലേ? എന്തുകൊണ്ട് നീ എനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞില്ല? നിനക്ക് നന്ദി പ്രകാശിപ്പിച്ചില്ല, ശുക്ർ നീ ചെയ്തില്ല. എന്തുകൊണ്ട് നമസ്കാരം ചിട്ട വെച്ചില്ല? നോമ്പ് കൃത്യമാക്കിയില്ല. വായത് കേൾക്കാൻ പോലും നമുക്ക് മടിയാൻ, വായതിന്റെ സദസ്സിലേക്ക് വരാനും നമുക്ക് മടിയാൻ. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങി നിൽക്കുന്നത്. മുലിയാർ വരട്ടെ, മുലിയാർ വന്ന് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാം. വെള്ളവും നോക്കട്ടെ, എന്നിട്ട് വേണം നോക്കി പോയിരിക്കാം. ഇതാണ് നമ്മുടെ സ്റ്റൈൽ. അല്ലാതെ നമ്മൾ അറിവ് പഠിക്കണമെന്നുള്ള ചിന്ത നമുക്കുണ്ടോ? അറിവ് പഠിക്കണം. ഒരൊറ്റ ഹദീസ് ഞാൻ പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ വറഫാ വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്
വഅല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബത്തേ സ്വഹാബത്തേ ലാ തുസ്കിനൂഹുന്ന ഫിൽ ഉറഫാ. നിങ്ങളുടെ പെൺമക്കളെ 16, 17, 20 വയസ്സുള്ളതാകുന്ന സഹോദരിമാരെ ഒറ്റയ്ക്ക് റൂമിൽ താമസിപ്പിക്കരുതേ, ഒറ്റയ്ക്ക് ഒരു റൂമിലാക്കരുതേ. അവൽ മഖാമിന്റെ വാത് കേൾക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള രക്ഷിതാക്കളെ, ഉപ്പമാരെ, ചെറുപ്പക്കാരെ ചിന്തിക്കണേ. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ സഹോദരിമാരെ ഒറ്റയ്ക്ക് ഒരു റൂമിലാക്കിയിട്ട് നിങ്ങൾ വളരെ വേണ്ടി മാത്രം വരരുതേ. ഇന്ന് കാലഘട്ടം വളരെ മോശമാണ്, ഇന്ന് കാലഘട്ടം വളരെ മലീമസമാണ്. അതിനു വേണ്ടി നിങ്ങൾ വളർന്നു വരുമ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അവർ മോശപ്പെട്ട ചിന്തയിലേക്ക്, മോശപ്പെട്ട കൗകത്തിലേക്ക് പോകുമേ. വാട്സാപ്പുള്ള കാലഘട്ടമാണ്, ഫേസ്ബുക്കുള്ള കാലഘട്ടമാണ്, മോഡേൺ യുഗമാണ്. അവരതാ വാട്സാപ്പിലൂടെ കാമുകന്മാരുമായി ചാറ്റിങ്ങിലാണ്. അതിനുവേണ്ടി ഉമ്മ പോയിരിക്കുകയാണ്, അത് കേൾക്കാൻ വാപ്പ പോയിരിക്കുകയാണ്. എനിക്ക് തലവേദനയാണ്, എനിക്ക് മുട്ടുവേദനയാണ്, കാൽവേദനയാണ് എന്ന് പറഞ്ഞ്, എനിക്കൊരുപാട് പഠിക്കാനുണ്ട്, എനിക്കൊരുപാട് ഹോംവർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് തമാശ പറഞ്ഞ് വീട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ ഒന്ന് ശ്രദ്ധിക്കണേ. ലാ തുസ്കിനൂഹുന്ന ഫിൽ ഉറഫാ. വാല കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് എത്തിയാലും 16 ാകുന്ന സഹോദരിമാരെ, വിവാഹ പ്രായമെത്തിയതാകുന്ന യുവതികളെ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാകുന്ന പെൺകുട്ടികൾ മുതൽ ഒറ്റയ്ക്ക് ഒരു റൂമിൽ താമസിപ്പിക്കരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി 1400 വർഷം അല്ലാഹു റസൂൽ പറഞ്ഞത് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ പറഞ്ഞല്ലോ. എത്രയോ സ്ഥലങ്ങളിലാണ്, എത്രയോ നാടുകളിലാണ് മോശപ്പെട്ടതാകുന്ന തരത്തിലേക്ക് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ വഞ്ചിച്ചുകൊണ്ട്, തന്റെ ഉപ്പയെ മറന്നുകൊണ്ട് ഇതര സമുദായത്തിലെ ചെറുപ്പക്കാരോടൊപ്പം ഇറങ്ങിപ്പോയതാകുന്ന യുവതികളില്ലയോ? ചിന്തിക്കണേ ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇൽമ കേൾക്കാൻ വേണ്ടി മക്കൾ മടിവെക്കുമ്പോ ആ മക്കളുടെ മടി വകവെച്ചിട്ട് പൊന്നുമോനെ വീട്ടിലിരുന്നോ, ഫ്രീക്കനാണ്, നീ പഠിച്ചോ, നീ നല്ലതുപോലെ ഭൗതികം പഠിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരുത്തരുത്. അറിവ് കേൾക്കാനും അറിവ് പഠിക്കാനും നിന്റെ മക്കളെ കൊണ്ടുവരണേ. മൗവൽ നടക്കുന്ന 10 ദിവസത്തെ വാദ പരമ്പരയിലേക്ക് നിന്റെ മക്കളെ കൊണ്ടുവരണേ. ആ വാദ കേൾപ്പിക്കണേ, വാദ മക്കളെ ജീവിതത്തിൽ കൊണ്ടുവരണേ. അത് മാറ്റൽ ശ്രദ്ധിക്കാൻ നിദാനമാണ്, ഇത് സ്വർഗീയ പൂന്തോപ്പാണ്. ആത്മീയമാകുന്ന അനുഭൂതികൾ കൊണ്ട് മക്കൾ നന്നാകാൻ നിദാനമാ. അല്ലാഹുവിന്റെ റസൂൽ നിർത്തിയില്ല. ലോകത്തിന്റെ നായകൻ വീണ്ടും പറയുകയാണ്, വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്. ആത്മീയമാകുന്ന അറിവ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഭൗതികമാകുന്ന അറിവിലേക്ക് മാത്രമായി നിങ്ങളുടെ മക്കളെ പറഞ്ഞേക്കരുതേ. ഇന്ന് എത്രയെത്രയാകുന്ന രക്ഷിതാക്കളാണ്, എത്രയെത്ര വാപ്പയാണ്, ഉമ്മയാണ് 8ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് തന്റെ മക്കളുടെ മദ്രസ വിദ്യാഭ്യാസം മതിയാതെ മകനിന് പ്ലസ് വരെ പഠിക്കേണ്ടതില്ല, മകനിന് ദീൻ പഠിക്കേണ്ടതില്ല. 5 വരെ മോൾ പഠിച്ചില്ലയോ, 5 വരെ മോള് പഠിച്ചില്ലയോ? മദ്രസ വിദ്യാഭ്യാസം നിർത്തുകയാണ്, മദ്രസ വിദ്യാഭ്യാസത്തെ അന്യവൽക്കരിക്കുകയാണ്. അത് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രമായി മുസ്ലിം നാമധാരികൾ പോലും അതിനെ മുദ്രകുത്തുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ദീൻ മുറുകെ പിടിപ്പിക്കണേ, മക്കളെ കൊണ്ട് ദീൻ പഠിപ്പിക്കണേ. ഭൗതികമാകുന്ന അറിവിന് വേണ്ടി മാത്രമായി മക്കളെ പറഞ്ഞേക്കരുതേ. അത് അപകടമാണ്. ഇംഗ്ലീഷ് പരിജ്ഞാനം മുസ്ലിം സമുദായത്തിന് വേണ്ട എന്നല്ല കുമ്മനം ഉസ്താദ് പറയുന്നത്, റസൂലുള്ള പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതിന്റെ ലക്ഷ്യമെന്താണ്? പരിശുദ്ധ ദീൻ അടിത്തറ പകാതെ, ബേസിക്കായി ദീൻ കൊടുക്കാതെ ഭൗതിക അറിവ് കൊടുത്തിട്ട് കാര്യമില്ല. വാപ്പയാരാണ്, ഉമ്മയാരാണ്, റസൂലുള്ള ആരാണ്, പ്രവാചകന്മാരാരാണ്, ദീൻ എന്താണ്, ഉലമാക്കൾ ആരാണ്, വാപ്പയും അയൽവാസികളും ആരാണ്, തന്റെ കുടുംബാദികളെ എങ്ങനെ ബഹുമാനിക്കണം, വാപ്പോടെ എങ്ങനെ പെരുമാറണം, ഉമ്മയോടെ എങ്ങനെ പെരുമാറണം, സഹജീവികളോടെ എങ്ങനെ പെരുമാറണം എന്നുള്ള മക്കൾ പകരുകരാകുക. ഉമ്മമാരെ, ഉപ്പമാരെ ശ്രദ്ധിക്കണേ. ഇത് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതാണ്, ഇത് ലോകത്തിന്റെ നായകൻ പഠിപ്പിച്ചതാണ്. ഭൗതികമാകുന്ന അറിവ് കൊടുക്കുക മാത്രം
ആത്മീയമാകുന്ന അറിവ് മക്കൾക്ക് ലവലേശം കൊടുക്കാതെ മക്കളെ പറഞ്ഞു വിടുമ്പോ അവർ സിനിമാ നടന്മാരുടെ പുറകെ, സിനിമാ നടിമാരുടെ പുറകെ, ഭൗതിക തമ്പുരാക്കന്മാരുടെ പുറകെ അവർ യാത്ര പോവുകയാണ്. അവർക്ക് ആലിമീങ്ങളെ വേണ്ട, അവർക്ക് സമസ്തയുടെ ഉലമാക്കളെ വേണ്ട, അവർക്ക് പണ്ഡിതന്മാരെ ആദരിക്കൽ വേണ്ട, അവർക്ക് നാട്ടിലുള്ള ഖാദിയാര് വേണ്ട, നാട്ടിലുള്ള മുത്തഅല്ലിമീങ്ങളെ വേണ്ട, അവർക്ക് നാട്ടിലുള്ള സജ്ജനങ്ങളുടെ സൽപ്രവർത്തനങ്ങൾ വേണ്ട. അവർ മൗലിലെ മഖാമിന്റെ ഉറൂസിന്റെ പരിസരത്തേക്ക് വരുകയില്ല. അവർ ബിദ്അത്തിന്റെ പ്രവർത്തനമാണ്, അവർ പുത്തൻ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനമാണ്. അവർ ഈ സമൂഹത്തിൽ ഭീഷണിയാണ്, ഭീഷണിയാണ്. ഈ സമൂഹത്തിലെ മോശപ്പെട്ട മക്കളാ. നഊദു ബില്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. കാസർഗോഡുള്ള ഉമ്മമാരെ, ആയിരക്കണക്കിന് പ്രിയപ്പെട്ട വിശ്വാസികളെ, മൗവലിലുള്ള പ്രിയപ്പെട്ട ഉപ്പാ, ഇത് റസൂലുള്ളാഹിയുടെ വചനമാണ്, റസൂലുള്ളാഹിയുടെ ആജ്ഞയാണ്. വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. ഇത് പഠിപ്പിക്കാൻ റസൂലുള്ള ഇന്ന് നമുക്കില്ല. ഇത് പഠിപ്പിക്കാൻ റസൂലുള്ളാഹിയുടെ അനന്തരാവകാശികൾ ഉലമാക്കളാണ്, പണ്ഡിതന്മാരാണ്. അവരെ പഠിപ്പിക്കുന്നത് കാത് ചേർത്ത് വെച്ച്, അവരെ പഠിപ്പിക്കുന്നത് ഹൃദയം ശ്രദ്ധിച്ചു വെച്ചുകൊണ്ട് ഒന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുവരണേ. മക്കളെ നന്നാക്കണേ, നന്നാക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്ത്രീകൾക്ക് നിങ്ങൾ സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ, പരിശുദ്ധ ഖുർആൻ മുഴുവനും പഠിപ്പിക്കണേ. വഅല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ. പ്രത്യേക സ്ത്രീകളെ സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ എവിടെ ഖുർആൻ ഓതുന്നത്? ഖുർആൻ എവിടെ പഠിക്കുന്നത്? ഖുർആൻ പഠിച്ച മക്കളെ അല്ലേ? നമുക്കിവിടെ 8ാം ക്ലാസ് വരെ മദ്രസ അല്ലേ? 8ാം ക്ലാസ് വരെ മദ്രസ പഠിച്ച കുട്ടികൾ വീട്ടിൽ വന്ന് യാസീൻ ഓതുന്നുണ്ടോ? ഇന്നത്തെ ദിവസം ഓതിയിട്ടുണ്ടോ? നിലത്തേക്ക് പോട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നത്തെ ദിവസം യാസീൻ നമ്മുടെ മക്കൾ, മദ്രസയിൽ പഠിച്ച മക്കൾ, പിഞ്ചോമന മക്കൾ വീട്ടിൽ വന്ന് യാസീൻ ഓതിയിട്ടുണ്ടോ? ഇദാ വഖഅത്തി സൂറത്ത് ഓതിയിട്ടുണ്ടോ? അർ-റഹ്മാൻ ഓതിയിട്ടുണ്ടോ? സൂറത്തുൽ മുൽക്ക്, ഖബറിന്റെ റിഷയിൽ നിന്ന് മോചനം കിട്ടുന്ന സൂറത്തുൽ മുൽക്ക് ഓതിയിട്ടുണ്ടോ? ആരാണ് ഓതിയവർ? എന്നാ ഖുർആൻ മുഴുവൻ ഓതാൻ അറിയാവുന്ന നല്ല പയ്യനാണ്, നല്ല സഹോദരിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഖുർആൻ ഓതുന്നില്ല. നമ്മൾ എന്താണ് ഖുർആൻ ഓതുന്നത്? പള്ളിയിലാണ് ഞാൻ ജുമാ നിസ്കരിക്കുക. കരുനാഗപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദ്. വെള്ളിയാഴ്ച അവിടെയാണ് എനിക്ക് ജോലിയുള്ളത്. എവിടെ ചെന്നാലും അവസാനം തിരിച്ച് ഞാൻ ഓടി അവിടെ എത്തും. വെള്ളിയാഴ്ചത്തേക്ക് ഇപ്പൊ ഇന്ന് പാതോടി ഈ ആഴ്ചയിലെ വാത് കഴിഞ്ഞു. ഇപ്പൊ ഇന്ന് രാത്രി നേരെ തിരിക്കുന്നു. നാളെ ഉച്ചയോടുകൂടി വീട്ടിലെത്തും. മറ്റന്നാൾ പള്ളിയിലേക്ക് എത്തും. അത് കഴിഞ്ഞ് പിന്നെ വാതിലേക്ക് തിരിക്കും. ശനിയാഴ്ച ആലമ്പാടി തന്നെയാണ്. പിന്നെ ശനിയാഴ്ച ആലമ്പാടിയിൽ, ഞായറാഴ്ച കല്ലിങ്കൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അറൂസിന്റെ പരിപാടി അല്ലേ നിങ്ങളുടെ? അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിൽ ഇൻഷാ അല്ലാഹ് എല്ലാവരെയും ക്ഷണിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്ന് പറയാൻ ബാക്കി വെച്ചത് ഇൻഷാ അല്ലാഹ് അവിടെ പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞായറാഴ്ചയാണ് 5ാം തീയതി. അപ്പൊ എല്ലാവർക്കും ലീവാണ്. റാഹത്തായി നേരത്തെ തുടങ്ങാം. ഞാൻ 4 ഇവിടെ തന്നെ ഉണ്ട്, ആലമ്പാടിയിലുള്ളതുകൊണ്ട് പിറ്റേ ദിവസം റാഹത്തായിട്ട് ഇവിടെ എത്തുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. നമ്മുടെ പിന്നെന്താ റാഹത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് അതിനെത്തണം. അല്ലാഹു തൗഫീഖ്. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഈ കരുനാഗപ്പള്ളിയിൽ ജുമായ്ക്ക് വേണ്ടി എപ്പോഴും അവിടെ എത്തണം. ആ കരുനാഗപ്പള്ളിയുടെ തൊട്ടടുത്ത് പൊട്ടുകാട് എന്ന് പറയുന്ന മഹല്ലുണ്ട്. വലിയ മഹല്ല, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം. ആ മഹല്ലിൽ തുപ്പാശ്ശേരിയിൽ ഉപ്പാപ്പ എന്ന് പറയുന്ന ഒരു മഹാനുഭാവൻ, അദ്ദേഹം ഈ കഴിഞ്ഞ ആശുറാഇന്റെ സുദിനത്തിൽ മുഹറം 10 മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. എന്താണ് അദ്ദേഹത്തിന്റെ ജോലി എന്നറിയോ? ഖുർആൻ ഓതൽ തന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. 100 വയസ്സിലപ്പുറം ഉണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെടുമ്പോൾ. അല്ലാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ, ദീർഘായുസ്സ് അല്ലാഹു നസീബാക്കട്ടെ. ഖുർആൻ ഓതൽ തന്നെ, എപ്പോഴും ഖുർആൻ പാരായണം, ഖുർആൻ ഓതൽ തന്നെ, ഇതന്നെ പരിപാടി. രാത്രി 2:30 മണിക്ക് അദ്ദേഹം എഴുന്നേൽക്കും. പ്രായമുള്ള മനുഷ്യൻ. ഈ 100ാം വയസ്സിലും അദ്ദേഹത്തിന്റെ ജീവിതമാണ് ഈ പറയുന്നത്, അല്ലാതെ ചെറുപ്പത്തിലുള്ളതല്ല. ചെറുപ്പം മുതലേ തുടങ്ങിയ ശീലം. 2:30 മണിക്കൂർ എഴുന്നേറ്റ് വിശുദ്ധമായ ഖുർആൻ ഓതും. കൊപ്രാ കച്ചവടമാണ്, തേങ്ങാ കച്ചവടമാണ് അദ്ദേഹത്തിനുള്ളത്. 2:30 മണിക്ക് ഖുർആൻ ഓതി. പ്രായമെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതചര്യയാണ് ഞാൻ ഈ പറയുന്നത്. 10-30 വർഷത്തോളം ഇങ്ങനെ തന്നെയായിരുന്നു. 2:30 മണിക്ക് എഴുന്നേറ്റ് ഖുർആൻ ഓത്ത് തുടങ്ങി. രാവിലെ സുബഹി വരെ ഓതി. തഹജ്ജുദ് നമസ്കരിച്ചിട്ട് അങ്ങോട്ട് ഓതുക. സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ഇളയ മകനെ വിളിച്ചുകൊണ്ട് നേരെ പള്ളിയിൽ കുട്ടനാട് പള്ളിയിലേക്ക്. ഇതെവിടെയാണ്? കൊല്ലം ജില്ല. ദീൻ കുറവുണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന കൊല്ലം ജില്ലയിലെ കാര്യം പറയും.
തെക്കൻകാർക്ക് ദീൻ കുറവാണ്, ഞങ്ങൾക്കാണ് ദീൻ എന്നാണല്ലോ പറച്ചില്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ പറച്ചില് മാറ്റി തരാണ്. ഇതിനെ തോപ്പിക്കാൻ പറ്റുന്നവർ ഇവിടെ ഉണ്ടോ നോക്കട്ടെ, കേൾക്കട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ പറയലില്ല, ഞാനങ്ങോട്ട് പറഞ്ഞതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇടയിൽ ഞാൻ മുത്താലിമായിരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ കൂട്ടുകാർക്കിടയിൽ അങ്ങനെ സംസാരമുണ്ട്. അങ്ങനെ പറഞ്ഞു. ഏതായിരുന്നാലും അദ്ദേഹം തിരുവാശ്ശേരിയിൽ ഉപ്പാപ്പ അദ്ദേഹം സുബഹിക്ക് ബാങ്ക് വിളിക്കും വേള നേരെ ഇവിടെ വരും, പള്ളിയിൽ വരും. ജുമുഅത്ത് പള്ളിയിൽ ഇഅ്തികാഫിനെ നിയത്ത് വെച്ചുകൊണ്ട് കയറും. ജുമുഅത്ത് പള്ളിയിലാണോ ഇഅ്തികാഫ് വെച്ചുകൊണ്ട് ശ്രേഷ്ഠത, അതല്ല സാധാരണ നിസ്കാര പള്ളിയിലാണോ? ഉലമാക്കൾ അതും ചർച്ച ചെയ്തിട്ടുണ്ട്. ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജിൽ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി രേഖപ്പെടുത്തുന്നുണ്ട്, ജുമുഅത്ത് പള്ളിയിലാണ് ഏറ്റവും ശ്രേഷ്ഠത. ജുമുഅത്ത് പള്ളിയിൽ ഇഅ്തികാഫിനെ നിയത്തിരിക്കലാണ് നിസ്കാര പള്ളിയിൽ ഇഅ്തികാഫിനെ നിയത്ത് വെച്ചിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത. മഹാനുഭാവൻ അതുകൊണ്ട് ജുമുഅത്ത് പള്ളിയിൽ വരും. ആ ജുമുഅത്ത് പള്ളിയിൽ വന്നാൽ റമദാനിലാണെങ്കിലോ സുബഹി നമസ്കരിച്ചിട്ട് അങ്ങോട്ട് ഒറ്റ ഇരിപ്പാണ്, ഖുർആൻ ഓതിക്കൊണ്ട് ഒറ്റ ഇരിപ്പ്. അത് വരെ ഇടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകും, ഒതു എടുക്കും, വീണ്ടും പള്ളിയിൽ കയറും. അങ്ങനെ ഖുർആൻ ഓർത്ത് വയ്ക്കാം. മഗ്രിബ് വരെ തന്നെ ഖുർആൻ. അല്ലാഹുവിന് തൗഫീഖ് കൊടുത്തു എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അദ്ദേഹത്തിന് അല്ലാഹു തൗഫീഖ് കൊടുത്തു. എന്നിട്ടോ വൈകുന്നേരം വരെ പരിശുദ്ധമായ ഖുർആൻ ഓതി മഗ്രിബിന് നോമ്പ് തുറക്കുന്നു. എല്ലാവരോടൊപ്പം വരുന്നു, നോമ്പ് തുറക്കുന്നു. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ചെന്ന് ചെറിയ രീതിക്ക് ഭക്ഷണം കഴിച്ചു ഒന്ന് കുളിച്ച് ഫ്രഷായി നേരെ വീണ്ടും അദ്ദേഹം പള്ളിയിലേക്ക് തറാവീഹ് നമസ്കാരത്തിൽ. തറാവീഹ് കഴിഞ്ഞു പള്ളിയിലുള്ള മൗലിദ് പാരായണത്തിൽ ഏർപ്പെടുന്നു. ദിക്റും ഔറാദും കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വീട്ടിൽ ചെന്ന് കുറച്ചു നേരം കൂടി ഖുർആൻ ഓതി വിശ്രമിക്കും. രാവിലെ 2:30 മണിക്ക് എഴുന്നേക്കും. 90-ാം വയസ്സാണെന്ന് ഓർക്കണം. അദ്ദേഹം ഈ കഴിഞ്ഞ മുഹറം ആശുറയുടെ സുദിനത്തിൽ മരണപ്പെട്ടുപോയി. നല്ല മനുഷ്യനാണ് എങ്കിൽ അല്ലാഹു നല്ല മരണം നൽകും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നിങ്ങൾ നോക്ക്, സാലിഹീകളാകുന്ന ആളുകളൊക്കെ മരണപ്പെട്ടിരിക്കുന്നത് നല്ല ദിവസത്തിലും നല്ല സന്ദർഭത്തിലുമാണ്. മോശപ്പെട്ട ജനങ്ങൾ മരണപ്പെട്ടതോ മോശപ്പെട്ട രീതിയിലുമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അദ്ദേഹം ജീവിച്ചത് എങ്ങനെയാണോ അതേ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവും കൊടുത്തു. ഖുർആൻ ഓതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തിയല്ലോ, ഇന്നൽ റജുല യൽഖാ സാഹിബഹു ഹീന യൻശഖുൽ ഖബറു അൻഹു. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സന്ദർഭത്തിൽ, മരിക്കാൻ കിടക്കുന്നതാകുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഒരു മനുഷ്യൻ മരിച്ചു, അവനെ കൊണ്ടുവന്ന് കബറടക്കി കഴിയുമ്പോൾ ആ കബറിൽ വെച്ച് അവന്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു വരും. നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാൾ കടന്നു വരും. ഞാൻ നിർത്താൻ സമയം വൈകും. എന്താണ് കാണിക്കുന്നത്? അവരോട് വന്നുകൊണ്ട് ആ മനുഷ്യൻ ഹൽ താരിഫുനി, എന്നെ അറിയുമോ? ഉടനെ പറയുമത്രേ എനിക്ക് നിന്നെ അറിയുകയില്ല. കബറാളി പറയുകയാണ്, എനിക്ക് നിന്നെ അറിയുകയില്ല. വീണ്ടും അവനോട് ചോദിക്കുമത്രേ ഹൽ താരിഫുനി, എന്നെ അറിയില്ലയോ? അവന് പറയുകയാണ് ലാ അരിഫുക, എനിക്ക് നിന്നെ അറിയില്ല. എനിക്കറിയാം, നിന്നെ അറിയില്ലേ? എന്നെ നിനക്കറിയില്ലേ? നമ്മൾ ചോദിക്കുന്ന പോലെ കബറാളി എടുത്തു വന്ന് ചോദിക്കാം, നിനക്കെന്നെ മനസ്സിലായില്ലേ? രണ്ടാമത് വീണ്ടും ചോദിക്കും, മൂന്നാമത് അറിയില്ല, എന്നെ മനസ്സിലായില്ലേ? അറിയില്ല. അവനോട് പറയപ്പെടുമത്രേ, അവനോട് ആ വ്യക്തി വിളിച്ചു പറയുമത്രേ, സുന്ദരനായ മനുഷ്യന്റെ കോലത്തിലാണ് വന്നിരിക്കുന്നത്, ഖബറിലാണ് വന്നിട്ടുള്ളത്. വിളിച്ചു പറയുകയാണ്, അന സാഹിബുൽ ഖുർആൻ അല്ലദീ അളമഅതുക ഫിൽ ഹവാജ് വഅസ്ഹറത ലൈലക. കൂട്ടുകാരൻ പകലിന്റെ സമയത്ത് നോമ്പ് പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നീ നടന്നില്ലയോ? നിന്റെ വിശുദ്ധമായ ഖുർആനാണ് ഞാൻ, നിന്റെ വിശുദ്ധമായ കലാമാണ് ഞാൻ. പേടിക്കേണ്ട കേട്ടോ. നിനക്ക് നിനക്കും ഞാൻ തന്നെ കൂടെയുണ്ട്. പാതിരാത്രി സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് ഒതുവെത്തുകൊണ്ട് നീയത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വരികയും പരിശുദ്ധമായ ഖുർആൻ ഓതുകയും നീ ചെയ്തില്ലയോ? എത്രയോ കാസർഗോഡിന്റെ തെരുവോരങ്ങളിൽ പാവപ്പെട്ട ഉപ്പമാര് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരില്ലയോ? സഹോദരങ്ങളില്ലയോ?
പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരില്ലയോ? ചിന്തിക്കണേ, ചിന്തിക്കണേ. നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന കൂലിയാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ഖബറിലേക്ക് എത്തുമ്പോ നല്ല സുന്ദരനായ മനുഷ്യന്റെ കോലത്തിൽ ഇതാ ഖുർആൻ കടന്നു വരുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വയുഅതാ ബിയമീനിഹി അൽ മുൽകു. അവന്റെ വലഭാഗത്ത് അവന് കാലാകാലം വസിക്കുവാനുള്ള അധികാരത്തിന്റെ സമ്മതപത്രം നൽകുകയാണ്. വയുഅതാ ബിയമീനിഹി അൽ മുൽകു. കിടക്കുന്ന മനുഷ്യന്റെ കൈകളിലേക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. നിനക്കിതാ രാജാധികാരം നൽകുകയാണ്, രാജകീയ പദവി നൽകുകയാണ്. നീ ഒരു സാധാരണ മനുഷ്യനല്ല, നീ മൗവലിൽ ജീവിച്ചവനാണ്. പക്ഷേ ആ മൗവലിലുള്ള ജനങ്ങൾക്ക് മുഴുവനും ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പഠിക്കാൻ ഉതകുന്ന മനുഷ്യനാണ്. ഈ പരിശുദ്ധമായ ഖുർആൻ രാപകലില്ലാതെ ഓതിയതാകുന്ന മനുഷ്യനാണ്. പരിശുദ്ധമായ ഖുർആൻ രാപകലില്ലാതെ ഓതിയതാകുന്ന ഉമ്മയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ, ഉപ്പ, നിങ്ങൾക്കിതാ നൽകുന്ന ഈ ഖബറിൽ നിങ്ങൾക്ക് രാജാധികാരം നൽകുകയാണ്. ഇടതുഭാഗത്തിതാ ശാശ്വതത്വം രേഖപ്പെടുത്തുകയാണ്. കാലാകാലം ഈ സ്വർഗത്തിൽ വസിക്കാനുള്ള സമ്മതപത്രം ഇതാ നിങ്ങൾക്ക് അല്ലാഹു നൽകുകയാണ്. ഖബറിൽ വെച്ച് തന്നെ സ്വർഗീയ അനുഭൂതികൾ, ആസ്വാദനങ്ങൾ അല്ലാഹു നൽകുകയാണ്. കാലാകാലം സ്വർഗത്തിൽ വസിക്കാനുള്ള സർട്ടിഫിക്കറ്റ് വരെ നൽകുമത്രേ. തീർന്നില്ല, തീർന്നില്ല. അവന്റെ തലയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗാംഭീര്യത്താലുള്ള കിരീടത്തെ സമ്മാനിക്കുമത്രയാണ്. ഗാംഭീര്യത്താലുള്ള കിരീടത്തെ അല്ലാഹു വെക്കുകയാണ്. അല്ലാഹുവിനെ നീ ആദരിച്ചു, ബഹുമാനിച്ചു. പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് അവന്റെ കലാമിനെ നീ ആദരിച്ചു. അതിനുവേണ്ടി ഇതാ നിനക്ക് നൽകുന്നത് ഗാംഭീര്യത്താലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തലയിലേക്ക് നൽകുകയാണ്. തീർന്നില്ല, തീർന്നില്ല. വയുഖ്സാ വലിദാ. ആഖിറത്തിലേക്ക് എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാതാപിതാക്കളെ വിളിക്കുകയാണ്. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് മൗവൽ മദ്രസയിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടുകൊണ്ട് ആത്മീയമാകുന്ന അറിവ് കൊടുത്തതാകുന്ന മാതാപിതാക്കളെ ഹിഫ്ളിന് വേണ്ടി പറഞ്ഞയച്ചവരെ, മക്കളെ ആലിമീങ്ങളാക്കണം, ഹാഫിളീങ്ങളാക്കണം എന്നുള്ള നിയ്യത്തിൽ മക്കളെ തീർപ്പറ്റിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ, പറഞ്ഞയച്ചിട്ടുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സന്തോഷിക്കണേ, സന്തോഷിക്കണേ. അല്ലാഹു മഹ്ശറിൽ വെച്ചുകൊണ്ട് വിളിക്കുകയാണ്. ആ മക്കളുടെ ഉപ്പ എവിടെ? ആ മക്കളുടെ ഉമ്മ എവിടെ? ആ പാവപ്പെട്ട ഉപ്പയെയും ഉമ്മയെയും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് വിളിക്കുകയാണ്. ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ധരിപ്പിക്കുമത്രേ സ്വർഗീയ പട്ടുവസ്ത്രം അല്ലാഹു ധരിപ്പിക്കുകയാണ്. ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് അതിന്റെ വില നിശ്ചയിക്കാൻ സാധിക്കുകയില്ല. ഈ ദുനിയാവിലുള്ള വസ്തുക്കളെക്കാളെല്ലാം തന്നെ വല്ലാത്ത മുന്തിയ വസ്ത്രമാണ്, വിലപിടിപ്പുള്ളതാകുന്ന പട്ടുവസ്ത്രമാണ്. അത് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ധരിപ്പിക്കുമത്രേ. എന്തിന്റെ പേരിൽ? മക്കളെ ഖുർആൻ പഠിപ്പിച്ചു.